അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 94. ജ്വാല, മീനു അവളെ വിളിച്ചു. ജ്വാല മൂളി. ഞാനും ലച്ചുവും തമ്മിലുള്ള പ്രശ്നമെല്ലാം ഞങ്ങൾ പറഞ്ഞു തീർത്തതാ. അവള് പറഞ്ഞതും ജ്വാല അവളെ അത്ഭുതത്തോടെ നോക്കി. മീനു പുഞ്ചിരിച്ചു. അതെ, സത്യ. പക്ഷേ പക്ഷെ എങ്ങനെ? ജ്വാലയ്ക്ക് സംശയമായി. അന്ന് വ്യാസേട്ടനും ലച്ചും പോയ ശേഷം അപ്പുവേട്ടനും അഗ്നിയേട്ടനും എന്നോട് മിണ്ടാതായി. ഞാൻ അങ്ങോട്ട് ചെന്നാൽ പോലും എന്നെ മൈൻഡ് ചെയ്യില്ല. എനിക്ക് ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവരെയൊക്കെ എനിക്ക് എത്രമാത്രം ഇഷ്ടമാന്ന് അപ്പോഴെനിക്ക് മനസ്സിലായേ. 2-3 ദിവസത്തോളം അങ്ങനെ പോയി. ഞാനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അഗ്നിയേട്ടൻ്റെ റൂമിലേക്ക് പോയി. ഏട്ടൻ അവിടെ എന്തോ വർക്കിലായിരുന്നു. എന്നെ കണ്ടിട്ട് കാണാത്ത പോലെ ഇരുന്നപ്പോൾ ഞാൻ അഗ്നിയേട്ടൻ്റെ അടുത്ത് പോയിരുന്ന് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. പാവം അഗ്നിയേട്ടന് സങ്കടമായെന്ന് തോന്നുന്നു. എന്നെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി. കരയണ്ടാന്ന് പറഞ്ഞു. ആളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ വേദന കൂടി. എനിക്ക് ലച്ചുവിനോട് മാപ്പ് പറയണം, അവളെ നേരിൽ കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമൊന്നും അഗ്നിയേട്ടൻ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ വാശി പിടിച്ചപ്പോൾ ഒരു പുഞ്ചിരിയോടെ എനിക്ക് ലച്ചുവിൻ്റെ നമ്പർ തന്നു. മീനു പറഞ്ഞു നിർത്തി. എന്നിട്ട് എന്നിട്ട് നീ അവളോട് സംസാരിച്ചോ? ജ്വാല ആവേശത്തോടെ ചോദിച്ചു. ഞാൻ അവളെ ഫോൺ ചെയ്തു, നേരിൽ കാണണമെന്ന് പറഞ്ഞു. അപ്പം അവൾ എന്നോട് ചോദിച്ചു ഇനി വഴക്ക് പറയാനാണോന്ന്. മീനുവിന്റെ സ്വരമിടറി. ജ്വാല അവളെ വിഷമത്തോടെ നോക്കി. അല്ല, എനിക്ക് സംസാരിക്കണം, വ്യാസേട്ടൻ അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിറ്റേന്ന് അഗ്നിയേട്ടൻ ഓഫീസിൽ പോയ സമയത്ത് ഞാൻ നമ്മുടെ കാറിൽ ലച്ചുവിനെ കാണാൻ പോയി. അവിടെ അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ അവൾ അങ്ങോട്ട് വന്നു. മീനു പുഞ്ചിരിച്ചു. എന്നിട്ട്? ജ്വാല ചോദിച്ചു. മീനു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അന്നത്തെ ദിവസത്തേക്ക് പോയി. മീനു വന്നിട്ട് കുറെ നേരമായോ? ലച്ചു അവൾക്ക് എതിർവശമുള്ള ചെയറിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. മീനുവിന്റെ ശബ്ദം താഴ്ന്നു പോയിരുന്നു. അത് ലച്ചുവിന് മനസ്സിലായി. രണ്ടാൾക്കും കുടിക്കാനുള്ള കോഫി മീനു തന്നെ ഓർഡർ ചെയ്തു. ആ സമയം രണ്ടാളും മൗനത്തിലായിരുന്നു. മീനുവിന് തന്നോട് എന്താണ് പറയാനുണ്ടാവുക എന്ന് ലച്ചുവിന് ഒരു ഊഹമുണ്ടായിരുന്നു. രണ്ടാളും കോഫി കുടിച്ച് ബില്ല് പേ ചെയ്ത് പുറത്തേക്കിറങ്ങി. ലച്ചു പെട്ടെന്ന് മീനുവിന്റെ കയ്യിൽ പിടിച്ചു. മീനു അവളെ എന്തായെന്ന പോലെ നോക്കി. മീനുവിന് എന്നോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇങ്ങനെ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പതിഞ്ഞ സ്വരത്തോടെയെങ്കിലും അവൾ പറഞ്ഞു. മീനു ഒന്ന് നിശ്വസിച്ചു. അവൾ ലച്ചുവുമായി അല്പം നീങ്ങി നിന്നു. ലച്ചു അവളെ തന്നെ ഉറ്റുനോക്കി. മീനുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എനിക്ക് ലച്ചുവിനോട് എന്താ പറയേണ്ടെന്ന് അറിയുന്നില്ല. ഞാൻ പറഞ്ഞ ലച്ചുവിന് മനസ്സിലാവൂന്ന് അറിയില്ല. പക്ഷേ മാപ്പ് എല്ലാത്തിനും. മീനു അവൾക്ക് നേരെ കൈകൂപ്പി. ലച്ചു പുഞ്ചിരിച്ചു. സാരല്ല. ലച്ചു പറഞ്ഞതും മീനു പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നീ അങ്ങനെ പെട്ടെന്ന് എന്നോട് ക്ഷമിക്കല്ലേ ലച്ചു. എന്നെ വഴക്കു പറ, എനിക്ക് സഹിക്കുന്നില്ലടി. നീ എന്നെ എന്തെങ്കിലും പറ. മീനു തേങ്ങിക്കരഞ്ഞു. ലച്ചുവിന്റെ കണ്ണുകളും നിറഞ്ഞുപോയി. അവള് പതിയെ മീനുവിനെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. മീനു അവളെ നിറ കണ്ണുകളോടെ നോക്കി. എനിക്ക് മനസ്സിലാവും മീനു, നിന്റെ ഏട്ടന്മാരുടെ സ്നേഹം തട്ടിപ്പറിക്കാൻ വന്ന ഒരുത്തിയായി നീ എന്നെ കണ്ടുപോയി. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവള് പുഞ്ചിരിയോടെ ചോദിച്ചതും മീനു മൗനത്തിലായി. പക്ഷെ എൻ്റെ ഏട്ടനോട് ഞാൻ സ്നേഹത്തോടെ പെരുമാറുന്നതും ചേർന്ന് നിൽക്കുന്നതൊക്കെ കണ്ട് നീ ഇറിറ്റേറ്റഡ് ആയില്ലേ? അതെനിക്ക് നല്ല സങ്കടമായിട്ടോ. എൻ്റെ ഏട്ടനല്ലേ മീനു. ഞാൻ എൻ്റെ ഏട്ടനീ നകന്ന് എങ്ങോട്ട് പോവാനാ? എനിക്ക് എൻ്റെ ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടാ. അവൾ തേങ്ങിക്കരഞ്ഞു. മീനു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇനി ഞാൻ ഒരിക്കലും അങ്ങനൊന്നും പറയില്ല ലച്ചു. സോറി, ഞാനത് പറഞ്ഞപ്പോൾ നിനക്ക് എന്തുമാത്രം നൊന്ത് കാണുമെന്ന് എനിക്കിപ്പോൾ അറിയാം. എൻ്റെ ഏട്ടന്മാർ കുറച്ചു ദിവസം എന്നോട് മിണ്ടാതിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ഓർക്കാൻ പോലും വയ്യ. അങ്ങനെയുള്ളപ്പോൾ സ്വന്തം ഏട്ടനീന്ന് നിന്നെ പിരിക്കാനല്ലേ ഞാൻ ശ്രമിച്ചേ. എന്നോട് ക്ഷമിക്കോ ലച്ചു. മീനു അത്രമേൽ കരഞ്ഞു പോയിരുന്നു. ലച്ചുവിന് പാവം തോന്നി. അവൾ പതിയെ മീനുവിൻ്റെ കവിളിൽ തലോടി. എനിക്കൊരു ദേഷ്യമില്ല മീനു, എല്ലാം മറക്കാം നമുക്ക്. ഇനി ഒന്നും ഓർക്കണ്ട, അത് കഴിഞ്ഞു. ലച്ചു പുഞ്ചിരിച്ചു. എന്നാ എൻ്റെ കൂടെ കൗസ്തുഭത്തിൽ വരുമോ നീ? ഞാൻ കാരണല്ലേ അന്ന് ഇറങ്ങിപ്പോയേ. ഇനി വരില്ലേ? മീനുവിന്റെ ചുണ്ട് വിതുമ്പി. ലച്ചുവിന് അവളോട് വാത്സല്യം തോന്നിപ്പോയി. ഉറപ്പായിട്ടും വരും. എനിക്ക് ഒരു പിണക്കവുമില്ല മീനുവിനോട്. അവള് പറഞ്ഞതും മീനു കണ്ണു തുടച്ച് വിടർന്ന കണ്ണാലെ അവളെ നോക്കി തലയാട്ടി. മീനു പെട്ടെന്ന് അവളുടെ കവിളി ചുംബിച്ചു. ലച്ചു ചിരിച്ചുകൊണ്ട് അവൾക്ക് ഉമ്മ കൊടുത്തു. ഫ്രണ്ട്സ്. മീനു ലച്ചുവിന് നേരെ കൈനീട്ടി. ലച്ചുവിന്റെ മുഖത്ത് പക്ഷേ കുറുമ്പ്. മീനു അവളെ മുഖം ചുളിച്ചു നോക്കി. ഫ്രണ്ട്സ് ആയാൽ മതിയോ? അപ്പോ എൻ്റെ ഏട്ടത്തിയമ്മ ആവണ്ടേ നിനക്ക്? ലച്ചു കണ്ണിറുക്കി ചോദിച്ചതും മീനു കണ്ണും മിഴിച്ചു. ഏ? അവള് ചോദിച്ചു. എന്തേ? നിനക്കപ്പോ എൻ്റെ ഏട്ടന്റെ ഭാര്യ ആവണ്ടേന്ന്? എൻ്റെ ഏട്ടനോട് പ്രണയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനെ പിടിച്ച് ഉമ്മ വെച്ചിരുന്നല്ലോ. അവള് കുറുമ്പോടെ ചോദിച്ചതും മീനുവിന്റെ മുഖം ചുവന്നുപോയി. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ആ മുഖം മങ്ങിയും പോയി. വ്യാസേട്ടന് എന്നോട് വെറുപ്പല്ലേ?
മീനു വിങ്ങലോടെ ചോദിച്ചതും ലച്ചു അവളെ അലിവോടെ നോക്കി. അതൊക്കെ മാറും, ഏട്ടൻ നിന്നെ സ്നേഹിക്കും. എന്തായാലും രണ്ടാൾക്കും മനസ്സിൽ ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് എന്നായാലും നിങ്ങൾ ഒന്നിക്കും. ആണോ? മീനുവിന്റെ കണ്ണുകൾ തിളങ്ങി. പിന്നല്ലാതെ, ഞാൻ സംസാരിക്കുക ഏട്ടനോട്. ഈ പെണ്ണ് ഒരു കുശുംബിയാണെങ്കിലും കുറച്ചൊക്കെ പാവാണെന്ന് പറയാ. ലച്ചുവിന് ചിരിയാണ്. മീനു സന്തോഷത്തോടെ തലയാട്ടി. ഏട്ടനെ കിട്ടിയ എന്നെ ഏട്ടനീന്ന് അകറ്റോ മീനു നീ? ലച്ചുവിന്റെ ചോദ്യം കേട്ട് മീനു അവളെ നോക്കി കണ്ണു നിറച്ചു. ഏയ്, നീ കരയാണോ? ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ. ഒരിക്കലും നിങ്ങളെ പിരിക്കില്ല, ഞാൻ സ്നേഹിച്ചോളാം. ഞാൻ വിഷമിപ്പിച്ചതിനെല്ലാം കൂട്ടി ഞാൻ സ്നേഹിച്ചോളാം ലച്ചു നിന്നെ. മീനു വാക്കുകൊടുത്തു. ലച്ചുവിന്റെ മനസ്സ് നിറഞ്ഞു. ഏട്ടനടിച്ചത് വേദനിച്ചോ നിനക്ക്? ലച്ചു ചോദിച്ചു. സത്യം പറയാലോ, നല്ലോണം വേദനിച്ചു. പക്ഷെ ആ അടി എനിക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആളോട് ദേഷ്യമൊന്നുമില്ല. അവള് പുഞ്ചിരിയോടെ പറഞ്ഞതും ലച്ചു കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഓക്കെ, അപ്പോ ഇനി എന്താ പ്ലാൻ? എൻ്റെ ഏട്ടൻ്റെ പിണക്കം മാറ്റണ്ടേ? നിന്നെ പഴയ പോലെ സ്നേഹിക്കണ്ടേ ഏട്ടൻ? അതിന് നമ്മൾ എന്തു ചെയ്യും? ലച്ചു ഒരു വിരൽ കടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി ആലോചിച്ചു. മീനു ചിരിയോടെ അവളുടെ വിരല് പിടിച്ചു താഴ്ത്തി. ഒന്നും ചെയ്യണ്ട, സമയം കൊടുത്തോളാം ഞാൻ. എന്തെങ്കിലും എന്നോടുള്ള ദേഷ്യം മാറും. അതുവരെ കാത്തിരുന്നോളാം ഞാൻ. മീനുവിന്റെ ശബ്ദം പതിഞ്ഞുപോയി. ലച്ചു അവളുടെ കവിളിൽ ഒരു പിച്ചു കൊടുത്തു. ഹൂ, എന്താടി? മീനു അവളെ തുറച്ചു നോക്കി. അല്ല പിന്നെ, അവള് കാത്തിരിക്കും പോലും. ദേ പെണ്ണെ, നീ എൻ്റെ ഏട്ടനെ മര്യാദയ്ക്ക് പുറകെ നടന്ന് വളച്ചേക്കണം കേട്ടോ. ശല്യം ചെയ്തോ? അങ്ങനെ നിന്റെ ശല്യം സഹിക്കേ വയ്യാതെ നിന്നെ ഇഷ്ടാണെന്ന് ഏട്ടൻ പറയണം. ലച്ചു കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് വാപ്പൊത്തി ചിരിച്ചു. അത് കേട്ട് മീനൂനും ചിരി വന്നു പോയി. അവള് ചിരിയോടെ തല ഉലുക്കി. അന്ന് അവർ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് അടുത്തു. ഒരു ഫ്രണ്ടിനെ പോലെ, കൂടെപ്പിറപ്പിനെ പോലെ അവര് സ്നേഹിച്ചു. ഒടുവിൽ പിരിയാൻ നേരമായപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മീനു അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് ലച്ചു മീനുവിന്റെ ക്ഷണം സ്നേഹത്തോടെ വേണ്ടാന്ന് വെച്ചു. കയ്യിലുള്ള കുട നിവർത്തി അവൾ അവിടെ നിന്നും നടന്നു നീങ്ങുന്നത് കണ്ടതും മീനു ചിരിയോടെ അവരുടെ കാറിലേക്കും കയറി. രണ്ടുപേരുടെയും മനസ്സപ്പോൾ ശാന്തമായിരുന്നു. മീനു ഓർമ്മയിൽ നിന്നും തിരികെ വന്ന് ജ്വാലയെ നോക്കി. അവളുടെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ തിളങ്ങുന്നു. അത് കണ്ട് മീനു അവളെ നോക്കി വേദനയോടെ പുഞ്ചിരിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമായി മീനു. നിന്നോട് എനിക്ക് തോന്നിയ കുഞ്ഞു ദേഷ്യം പോലും മാഞ്ഞുപോയി. നീയും ലച്ചു മിണ്ടിയല്ലോ, സന്തോഷായി എനിക്ക്. ജ്വാല സന്തോഷത്തോടെ മീനുവിന്റെ കൈ പിടിച്ചുയർത്തി അതിൽ ഉമ്മ വെച്ചു. മീനു അവൾക്ക് തെളിച്ചമില്ലാത്ത ഒരു പുഞ്ചിരി തിരികെ നൽകി. അത് കണ്ട് ജ്വാലയുടെ മുഖം ചുളിഞ്ഞുപോയി. എന്തു പറ്റി മീനു? അവൾ ചോദിച്ചതും പെട്ടെന്ന് മീനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയ്യോ, നിനക്കരയണേ? ജ്വാല അമ്പരന്ന് പോയി. മീനു പെട്ടെന്ന് അവളുടെ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. മീനു, എന്താ എന്താ പറ്റിയേ? ജ്വാലയും കരഞ്ഞു തുടങ്ങി. അന്ന് അന്ന് അവൾക്ക് എന്റെ കൂടെ വന്നൂടായിരുന്നു ഏട്ടത്തി. ഞാൻ അവളെ വീട്ടിലാക്കിയെന്നല്ലോ. എങ്കിൽ ഇന്നും അവള് ജീവനോടെ കാണുമായിരുന്നില്ലേ? മീനു അലറി കരഞ്ഞുപോയി. ജ്വാല പകച്ചുപോയി. മീനു, നീ ഇതെന്തൊക്കെയാ? ജ്വാലയുടെ സ്വരമിടറി. അതെ, അതേടി. അന്ന് അന്ന് ഞങ്ങൾ കണ്ടു മടങ്ങിയ ശേഷം ലച്ചു ഞങ്ങളെ വിട്ടു പോയത്. വിങ്ങിക്കൊണ്ട് അവള് പറഞ്ഞു. ജ്വാല തറഞ്ഞു നിന്നുപോയി. എങ്ങനെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മീനു മുഖം തുടച്ച് അവളെ നോക്കി. അന്ന് അന്ന് നല്ല മഴയായിരുന്നു. ഞാൻ വീട്ടിലെത്തിയ ശേഷം അവളെ വിളിച്ചു. അവള് ഫോൺ എടുത്തില്ല. തിരക്കിലാവുന്നു കരുതി കട്ടാക്കി ഞാൻ. പക്ഷെ വീട്ടിലെത്തേണ്ട നേരം കഴിഞ്ഞിട്ടും അവളെന്നെ വിളിക്കാത്തത് കണ്ട് എനിക്ക് പേടി തോന്നി. ആ പേടി ഉള്ളിൽ കിടക്കുമ്പോഴായിരുന്നു രാത്രി കണ്ണു നിറച്ചുകൊണ്ട് അഗ്നിയേട്ടനും അപ്പുവേട്ടനും വീട്ടിലേക്ക് കയറി വന്നേ. ആ ഓർമ്മയിൽ പോലും മീനു ഒന്ന് ഞെട്ടി. എന്താ പറ്റിയേ? ജ്വാലയുടെ മുഖത്ത് ഭയം. അവള് പോയി ജ്വാല. ആക്സിഡന്റ് ആയിരുന്നു. മഴയായിരുന്നില്ലേ? റോഡ് ക്രോസ് ചെയ്തതോ മറ്റോ ഒരു കാറ് പെട്ടെന്ന്. മീനു അത് പറഞ്ഞ് മുഴുവനാക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടി. ജ്വാല പൊട്ടിക്കരഞ്ഞുപോയി. അറിയാതെ തലയ്ക്കടിച്ചു പോയി അവൾ. അയ്യോ! അവളിൽ നിന്നും ഒരു തേങ്ങലുയർന്നു. മീനു കണ്ണു തുടച്ച് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ലച്ചു പോയി മീനൂട്ടി. അഗ്നിയേട്ടൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബോധം കെട്ട് ഞാൻ നിലത്തേക്ക് വീണുപോയി. ബോധം വന്നപ്പോ അവളെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അലറിക്കരഞ്ഞു. എല്ലാരും പറ്റിക്ക എന്നെ. പിന്നെ ലച്ചുവിനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങളിന്ന് കണ്ടതല്ലേ, സംസാരിച്ചതല്ലേ, ചിരിച്ചതല്ലേ. അയ്യോ, ഇങ്ങനൊന്നും പറയില്ല അഗ്നിയേട്ടാ. ഞാൻ അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഗ്നിയേട്ടന്റെ നെഞ്ചിലേക്ക് വീണു. എന്നെയും ചേർത്ത് പിടിച്ച് പിറ്റേന്ന് രാവിലെ അഗ്നിയേട്ടനും അപ്പുവേട്ടനും കൂടി വ്യാസേട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ കണ്ടു ഏട്ടത്തി, വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ലച്ചുവിന്റെ മുഖം. ആകെ മുറിവായിരുന്നു അവളുടെ മുഖത്ത്. അവൾക്ക് വേദനിക്കുന്നുണ്ടാവില്ലേ? മീനു കരഞ്ഞുകൊണ്ട് ജ്വാലയോട് ചോദിച്ചു. ജ്വാല മീനുവിനെ കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു. രണ്ടാൾക്കും എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ലായിരുന്നു. അവളെ കെട്ടിപ്പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു വന്ന്. അതെല്ലാം കണ്ട് ജീവനില്ലാത്തതുപോലെ ഇരിക്കുന്ന വ്യാസേട്ടനെ കണ്ട് എന്റെ നെഞ്ചു പൊടിഞ്ഞു.
പക്ഷെ ഞാൻ തകർന്നു പോയത് വ്യാസേട്ടൻ എന്നോട് പറഞ്ഞ വാക്ക് കേട്ടിട്ടാ ജ്വാലേട്ടെത്തി. മീനുവിന്റെ ശരീരം ശക്തമായി ഒന്ന് ഞെട്ടി. ജ്വാല അവളിൽ നിന്ന് അകന്നു മാറി അവളെ നോക്കി. മീനു അന്നത്തെ സംഭവം ആലോചിച്ചു നോക്കി. വ്യാസേട്ടാ, നമ്മുടെ ലച്ചു. മീനു വ്യാസിന്റെ അടുത്ത് പോയിരുന്ന് പൊട്ടിക്കരഞ്ഞ് അവനോട് പറഞ്ഞു. നിനക്ക് സന്തോഷായില്ലേ മീനാക്ഷി? ഏതോ ലോകത്തിൽ നിന്നെന്ന പോലെ അവൻ ചോദിച്ചു. എന്താ? മീനു പകപ്പോടെ വ്യാസിനെ നോക്കി. അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. അവന്റെ കണ്ണുകളിൽ മീനുവിനോട് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം. വ്യാസേട്ടാ, അവളെ വിളിച്ചു. എന്തേ? ഞാൻ പറഞ്ഞത് സത്യല്ലേ? നീയല്ലേ മീനാക്ഷി എന്റെ അനിയത്തി നാശാന്ന് പറഞ്ഞേ? ഒഴിഞ്ഞു പോവാൻ പറഞ്ഞത്? അവള് പോയില്ലേടി? എന്നേക്കുമായിട്ട് പോയില്ലേ? ഒഴിഞ്ഞു പോയില്ലേ? അലറി കരഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു തള്ളി വ്യാസ്. മീനു അവനെ തുറച്ചു നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ലച്ചു പോയത്? സഹിക്കാൻ കഴിഞ്ഞില്ല മീനുവിന്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് വീണു. ബോധം പോകും മുന്നേ അവൾ കൺമുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലച്ചുവിനെ കണ്ടു. ലച്ചു, മാപ്പ്. മീനുവിന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. കണ്ണുകൾ അടഞ്ഞുപോയി. ഓർമ്മകളിൽ നിന്നും തിരികെ വന്ന് മീനു കണ്ണുകൾ അമർത്തി തുടച്ചു. ജ്വാല അവിടെ വാപൊത്തി പൊട്ടിക്കരയുന്നുണ്ട്. ജ്വാലേട്ടെത്തി, മീനു വിളിച്ചു. ജ്വാല അവളെ നോക്കി കണ്ണു നിറച്ചുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞോടി. ഏട്ടത്തി, അവള് വിളിച്ചു. പക്ഷെ ജ്വാല അവളെ നോക്കാതെ മുന്നോട്ട് ഓടിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും സിറ്റ് ഔട്ടിൽ തന്നെ ചിത്തിര ഇരിക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് ഓടിക്കൊണ്ടുവരുന്ന ജ്വാലയെ കണ്ട് അവരൊന്ന് പുഞ്ചിരിച്ചു. ആഹാ, ഇതെന്താ ഓട്ടോ ഒക്കെ? ചിത്തിര ചിരിയോടെ ചോദിച്ചു. പക്ഷേ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് ഓടിക്കയറിയിരുന്നു. ചിത്തിര അമ്പരന്ന് പോയി. അയ്യോ, മോള് കരയാണോ? ആകുലതയോടെ അവർ അവൾക്ക് പുറകെ നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് കണ്ണ് നിറച്ചുകൊണ്ട് അവിടേക്ക് നടന്നു വരുന്ന മീനുവിനെ ചിത്തിര കണ്ടത്. ചിത്രയ്ക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായിരുന്നു. തളർച്ചയോടെ അവർ തിണ്ണയിലിരുന്നു. റൂമിലെത്തിയതും ജ്വാല മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. തേങ്ങി. എന്റെ കണ്ണ, വെയ്യല്ലോ, എനിക്ക് സഹിക്കാനാവണില്ലല്ലോ ഈ വേദന. അവൾ തേങ്ങിപ്പോയി. ദേവേട്ടനെ കാണണം. അവൾ പെട്ടെന്ന് ഫോണെടുത്ത് ദേവേട്ടൻ എന്നെഴുതിയ നമ്പറിലേക്ക് കോള് ചെയ്തു. ഓഫീസിൽ വർക്കിലായിരുന്ന അഗ്നി ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് സംശയത്തോടെ ഫോണെടുത്ത് നോക്കി. കുഞ്ഞൻ. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് അവന്റെ ചൊടികൾ വിടർന്നു. അവൻ ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയിലേക്ക് ചേർത്തു. ഹലോ, എന്തെന്റെ പൂച്ചക്കുട്ടി ഈ സമയത്തൊരു കോൾ? അവൻ ചിരിയോടെ ചോദിച്ചു. ദേവേട്ട. അപ്പുറത്ത് നിന്ന് തേങ്ങലോടെയുള്ള ജ്വാലയുടെ ശബ്ദം. അഗ്നി പകച്ചുപോയി. അവൻ ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. കുഞ്ഞാ, എന്താടാ? എന്തിനാ കരയുന്നേ? അവൻ ടെൻഷനോടെ ചോദിച്ചു. ദേവേട്ട, നിക്കിപ്പൊ എന്റെ ദേവേട്ടനെ കാണണം. അവൾ കരഞ്ഞോണ്ട് പറഞ്ഞു. അഗ്നിയുടെ നെഞ്ചിടിപ്പുയർന്നു. കുഞ്ഞാ, എന്താ മോളെ, എന്തിനാ കരയുന്നേ? അവൻ പേടിയോടെ വീണ്ടും ചോദിച്ചു. വേഗം വരൂ ദേവേട്ട, നിക്ക് പറ്റണില്ല, നിക്ക് കാണണം. അവൾ തേങ്ങി. അഗ്നിയുടെ കണ്ണു നിറഞ്ഞു. കുഞ്ഞാ, വാവേ കരയില്ലേ, ഞാനിപ്പോ വരാം. വരുവോ? അവൾ വീണ്ടും ചോദിച്ചു. ഇപ്പൊ വരാടാ, സത്യം, എന്റെ കുഞ്ഞ് കരയില്ലേ. വെപ്രാണത്തോടെ പറയുന്നതിനോടൊപ്പം അവൻ കാറിന്റെ കീ കയ്യിലെടുത്തു. ജ്വാല മൂളിക്കൊണ്ട് കോള് കട്ടാക്കി. എന്റെ മഹാദേവ, എന്തു പറ്റിയാവോ അവൾക്ക്? അവനിൽ ആദിയേറി. മോഹനോടും അപ്പുവിനോടും കാര്യം പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം. ചെവിയിൽ ഇപ്പോഴും അവളുടെ തേങ്ങൽ മുഴങ്ങുന്നു. അഗ്നിയുടെ കാർ വേഗത്തിൽ മുന്നോട്ടു പാഞ്ഞു. തുടരും.